നമസ്കാരം. ചാനൽ കാണുന്നവർ ലൈക്ക്, ഹൈപ്പ്, സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ മാച്ച് വിന്നർ ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു ശരാശരി ക്രിക്കറ്റ് പ്രേമിയുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് മഹേന്ദ്ര സിംഗ് ധോണി എന്നായിരിക്കും. ഒരു കമ്പനി ചടങ്ങിൽ വെച്ചാണ് ഗാംഗുലി ധോണിയെ കണ്ടെത്തിയ രഹസ്യം പരസ്യമാക്കിയത്. അന്ന് ധോണിയെക്കുറിച്ച് BCCI സെലക്ടർമാർക്കോ ആരാധകർക്കോ വലിയ ധാരണ ഇല്ലായിരുന്നു. മുൻ ഇന്ത്യൻ താരം സാബ കരീമാണ് ഗാംഗുലിയോട് ജാർഖണ്ഡിൽ ഒരു വെടിക്കെട്ട് ബാറ്റർ ഉണ്ടെന്നും അദ്ദേഹത്തിൻ്റെ കളിയൊന്ന് നേരിട്ട് കാണുമെന്നും ആവശ്യപ്പെടുന്നത്. സാബ കരീമിൻ്റെ വാക്കുകേട്ട് സൗരവ് ഗാംഗുലി നേരെ ജംഷഡ്പൂരിലേക്ക് വണ്ടി കയറി. താൻ കളി കാണാൻ വരുന്നുണ്ടെന്ന കാര്യം ഗാംഗുലി ആരോടും പറഞ്ഞിരുന്നില്ല. ജംഷഡ്പൂരിലെ ആഭ്യന്തര മത്സരത്തിൽ ധോണിയുടെ ബാറ്റിംഗ് കണ്ട് ഗാംഗുലി അക്ഷരാർത്ഥത്തിൽ അമ്പരന്നുപോയി. ഗാംഗുലി ഒരു നിമിഷത്തെ ഓർത്തെടുക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ അവിടെ ചെല്ലുമ്പോൾ ധോണി തകർത്ത് ബാറ്റ് ചെയ്യുകയായിരുന്നു. സ്റ്റേഡിയത്തിൻ്റെ എല്ലാ കോണിലേക്കും പന്തുകൾ പറക്കുന്നുണ്ട്. ചില സിക്സറുകളൊക്കെ സ്റ്റേഡിയത്തിന് പുറത്താണ് ചെന്ന് വീണത്. ധോണിയുടെ അസാമാന്യ ബാറ്റിംഗ് മികവ് ഗാംഗുലിക്ക് ഒരു കാര്യം മനസ്സിലായി: ഈ പയ്യൻ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവി മാറ്റിയെഴുതുമെന്ന് അന്നേ ഗാംഗുലി നിശ്ചയിച്ചു. മത്സരം കഴിഞ്ഞയുടൻ ഗാംഗുലി BCCI ഭാരവാഹികളെ വിളിച്ച് ധോണിയെ ഉടൻ തന്നെ ഇന്ത്യ ടീമിൽ ഉൾപ്പെടുത്താൻ ആവശ്യപ്പെട്ടു. ഗാംഗുലി നായകനായ ആ ടീമിലും ധോണി തന്നെ ബാറ്റിംഗ് വിസ്മയം തുറന്നു. സിക്സറുടെ അടമ്പടിയോടെ ധോണി അവിടെ നിന്നും തകർപ്പൻ സെഞ്ചുറി നേടി. അങ്ങനെയാണ് ധോണി അടുത്ത ഇന്ത്യ ടൂർണമെൻറ്റിൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കാനിറങ്ങുന്നത്. സത്യത്തിൽ ധോണിയെ കണ്ടെത്തിയത് ഗാംഗുലിയാണ്. ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ബാറ്റ്സ്മാനെ ചിലപ്പോൾ ഇന്ത്യക്ക് നഷ്ടമായിരുന്നേ.